തിരുവനന്തപുരം പാലോട് KSRTC ഡിപ്പോയിലെ ഡ്രൈവർ മദ്യപിച്ചുവെന്ന് കണ്ടെത്തിയിരുന്നു. പക്ഷേ ഈ കേസിൽ ഒരു വഴിത്തിരിവുണ്ടായി. വീണ്ടും നടത്തിയ പരിശോധനയിൽ ലഹരി ഉപയോഗിച്ചില്ലെന്നും കണ്ടെത്തി. KSRTC മെഡിക്കൽ ഓഫീസറുടെ സാന്നിധ്യത്തിലാണ് പരിശോധന നടത്തിയത്. രാവിലെ ഡ്യൂട്ടിക്ക് എത്തിയപ്പോഴാണ് ബ്രത്ത് അനലൈസർ പരിശോധനയിൽ ജയപ്രകാശ് ലഹരി ഉപയോഗിച്ചതായി കണ്ടെത്തുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കണ്ടുവരാം. ഞാൻ രാവിലെ 7 മണിക്ക് ഇവിടെ ഡ്യൂട്ടിക്ക് ഹാജരായി എൻ്റെ കാർഡ് വാങ്ങിയതാണ്. കാർഡ് വാങ്ങിയതിന് ശേഷം ബർത്ത് അലൈനൻസ് വെച്ച് ഊതിയപ്പോൾ എനിക്ക് 16 കാണിക്കുന്നു. ഞാൻ ഇന്നുവരെ ജീവിതത്തിൽ മദ്യപിക്കുന്ന ആളല്ല. എന്നെ ഇതിന് വേണ്ടി ഇവിടെ ഇന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ടാണ് ഇവിടെ IC DTOയ്ക്ക് പരാതി കൊടുത്ത് ഈ മിഷൻ കംപ്ലൈൻ്റ് ആണ്. എന്നിട്ട് പോലും അത് കംപ്ലൈൻറ്റ് മാറ്റുന്നില്ല അവർ. മാറ്റാതെ ഇപ്പം ഇന്ന് ഞാൻ ഒരു ദിവസം മദ്യപിച്ചായിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാനത് സമ്മതിക്കാമായിരുന്നു. ഞാൻ ഒരു ദിവസം പോലും മദ്യപിക്കാത്തവരാണ്. എന്നെ മാനസികമായിട്ട് പീഡിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അവർ മദ്യപിക്കാത്ത ഞാൻ എവിടെയാണ് ഇതിൻ്റെ നീതിക്ക് വേണ്ടി പോകേണ്ടത് എന്നെനിക്കറിയില്ല. ഞാൻ മരിക്കുന്നതുവരെ ഇവിടെ ഞാൻ നിരാഹാരം കിടക്കും. റിനു സീതലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റിനു, പാലക്കാടും സമാനമായ സംഭവം ഉണ്ടായി. അന്ന് ഹോമിയോ മരുന്ന് കഴിച്ചയാളാണ് ബ്രത്തലൈസിൽ ഒഴിയപ്പോൾ ശബ്ദം കേട്ടത്. ഇപ്പോൾ ഇതാ വീണ്ടും പാലോടും ഇതേപോലെ ശബ്ദം കേൾക്കുന്നു. എന്തായാലും ഇവിടെ 16 അടിച്ചിരിക്കുന്നത്. ഈ മെഷീൻ്റെ കുഴപ്പമാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നതും പിന്നീട് അത് ശരിയാവുകയും ചെയ്തത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് റിനു? അരുൺകുമാർ, ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം പാലോട് KSRTC ഡിപ്പോയിൽ ഡ്രൈവറായിട്ടുള്ള ജയപ്രകാശ് ഡ്യൂട്ടിക്ക് എത്തുന്നത്. നമുക്കറിയാം, ഇപ്പോൾ എല്ലാ KSRTC ഡിപ്പോകളിലും ബ്രത്ത് അനലൈസർ ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തുന്നുണ്ട്. അത്തരമൊരു പരിശോധന നടത്തുമ്പോഴാണ് 16 പോയിന്റ് പരിശോധന ഫലമായി രേഖപ്പെടുത്തുന്നത്. തുടർന്നാണ് ഇദ്ദേഹം ലഹരി ഉപയോഗിച്ചതായി പറയുന്നതും ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. പക്ഷേ ജീവിതത്തിൽ ഇന്നുവരെ മദ്യമോ മറ്റ് ലഹരിയോ ഉപയോഗിക്കാത്ത ജയപ്രകാശ് വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയായിരുന്നു. കുടുംബസമേതം ഈ ഡിപ്പോയിലെത്തി വലിയ രീതിയിൽ അവിടെ കിടന്നുകൊണ്ട് പ്രതിഷേധം അറിയിച്ചു. തുടർന്നാണ് നമ്മൾ ആ വാർത്ത പുറത്ത് വിടുന്നതും അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് നമ്മളോട് പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്നാണ് മന്ത്രി അടിയന്തരമായി CMDയോട് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നതും ഇയാളെ വീണ്ടും പരിശോധിക്കുവാൻ വേണ്ടി നിർദ്ദേശം നൽകുന്നതും. തുടർന്ന് ഈ മിഷനും അതുപോലെ തന്നെ SM-നോടും ഈ KSRTCയുടെ CMDയുടെ ചീഫ് ഓഫീസിലേക്ക് എത്തുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അതിനുശേഷം വീണ്ടും ജയപ്രകാശിനെ എത്തിച്ച് പരിശോധന നടത്തുന്നു. KSRTCയുടെ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ ഉള്ളവരുടെ സാന്നിധ്യത്തിലാണ് പരിശോധന. ആ പരിശോധനയിൽ നെഗറ്റീവ് ആണ് പരിശോധനാ ഫലമായി വന്നത്, 0. അതായത് ഇദ്ദേഹം ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. തുടർന്ന് അദ്ദേഹത്തിനെ നാളെ മുതൽ ഡ്യൂട്ടിയിൽ പ്രവേശിപ്പിക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സർക്കാർ തലത്തിൽ മറ്റു വകുപ്പുകളിലും ഡ്രൈവർമാരുണ്ട്, അവരെ പരിശോധിക്കുന്നില്ല എന്നുള്ളതാണ്. 1. 2, ഈ ബർത്ത് അനലൈസർ വഴി പരിശോധനാ ഫലം ഈ പോസിറ്റീവായി കാണിക്കുകയും പിന്നീട് നെഗറ്റീവ് ആവുകയും ചെയ്യുന്നത് ഇതാദ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ തൊഴിലാളികളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള വിമർശനം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്ന് തന്നെ ഈ ജയപ്രകാശിന്റെ കുടുംബത്തിന് പോലും സമൂഹത്തിൽ ഈ മാധ്യമ വാർത്തകൾ ഉൾപ്പെടെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് വലിയ സന്തോഷിക്കാവുന്ന വക നൽകുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ സത്യം തെളിയുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും നാളെ മുതൽ ജയപ്രകാശ് ഡ്യൂട്ടിയിൽ പ്രവേശിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. റിനു സീതലാണ് വിവരങ്ങൾ നൽകിയത്. ചുരുക്കത്തിൽ ബ്രത്ത് അനലൈസർ പലപ്പോഴും വില്ലനായി മാറാറുണ്ട് എന്നുള്ളതാണ്. ഒന്നുകിൽ ബ്രത്ത് അനലൈസറൊക്കെ കഴുകി വൃത്തിയാക്കി സൂക്ഷിച്ചു വയ്ക്കുക, അതല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു മാനദണ്ഡം പരിഷ്കരിക്കുക എന്നത് മാത്രമാണ്. ഇന്നുവരെ കള്ളുഷാപ്പിൽ പോലും പോവാത്ത മനുഷ്യർക്ക് ബ്രത്ത് അനലൈസർ വെച്ച് ഇതേപോലെ ഊതി പെരുദോഷം കേൾപ്പിക്കുന്നത് സ്വാഭാവികമായും അവരുടെ മനോവീര്യത്തെ തകർക്കും, അവർക്ക് വലിയ സങ്കടങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്.